അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഷോപ്പ് ക്ലോസ് ചെയ്യാൻ സമയമായി. അപ്പോൾ പുസ്തകമൊക്കെ എടുത്ത് വെച്ചിട്ട് ടാബൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇനി പോയി പൂട്ടാനുള്ള പരിപാടി നോക്കണം. നല്ല തണുപ്പാണ് പുറത്ത്, അപ്പോൾ ജാക്കറ്റ് ഇല്ലാതെ നടക്കത്തില്ല. അപ്പോൾ ജാക്കറ്റ് മസ്റ്റാണ്. ജാക്കറ്റ് ഇട്ടു. അപ്പോൾ ചെറിയൊരു ഹാൻഡ് ലഗേജ് ഉണ്ട്, അതും എടുത്തു. അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ആക്കാനുണ്ട്, കൂളറിൻ്റെത് സ്വിച്ച് ഓഫ് ആക്കാനുണ്ട്. എല്ലാ ലൈറ്റും ഓഫ് ആക്കിയിട്ട് നമ്മുടെ ഷട്ടറും താത്തിട്ട് ലോക്ക് ചെയ്തിട്ട് നമുക്ക് പോകാൻ സമയം. ഈ ഷട്ടർ ഇതാക്കുമ്പോൾ നമുക്ക് നാട്ടിലെ പോലെ അല്ല, ഇവിടെ സൗണ്ട് അധികം ഉണ്ടാക്കാൻ പാടില്ല. ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ അത് സീനാവും. അങ്ങനെ ഷട്ടറൊക്കെ പൂട്ടി നമ്മൾ ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അങ്ങനെ ഇവിടെ സിഗ്നൽ കിട്ടി, അപ്പോൾ സിഗ്നൽ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ സ്റ്റേഷനിലെത്തി, റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്ക് ഇവിടെ നിന്നൊരു 20 മിനിറ്റ് പോകാനുണ്ട് റൂമിലേക്ക്. അങ്ങനെ ഇതാ ട്രെയിനിൽ കയറി. ട്രെയിൻ കാത്തുക്കുന്നുണ്ടായിരുന്നു. ട്രെയിന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞാലേ പോവും. അങ്ങനെ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ട്രെയിനിൽ ആരും ഇല്ല, ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ്. അടുത്ത സ്റ്റേഷനിൽ നിന്നൊക്കെ ആൾക്കാർ കയറുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സീറ്റ് ചുവപ്പ് കളറുടെ സീറ്റ് കണ്ട, ഇത് പ്രയോറിറ്റി സീറ്റാണ്. അതായത് ഈ ഗർഭിണികൾക്ക്, കുട്ടികളായിട്ട് വരുന്നവർക്ക്, പ്രായമായവർക്ക്, വയസ്സായവർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഒരു പ്രയോറിറ്റി സീറ്റ് കൊടുക്കും. അവിടെ വേറെ ആരും ഇരിക്കൂല, അവർക്ക് വേണ്ടിയിട്ടുള്ള സീറ്റാണത്. അങ്ങനെ ഇതാ ലേസൊക്കെ വാങ്ങിയിട്ട് വിശന്നപ്പോൾ ലേസൊക്കെ വാങ്ങി റൂമിലേക്ക് എത്തി. ഇനി നേരെ കിച്ചണിലേക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം. ഇപ്പം കഴിക്കാനും നാളെ ഉച്ചക്കത്തേക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക്. അങ്ങനെ ഇതാ ബസ്മതി റൈസ് ഉണ്ടായിരുന്നു, അത് ഒരു ഗ്ലാസ് അരി വെക്കാമെന്ന് വിചാരിച്ചു, ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ റൂമിൽ, ഒറ്റക്കാണ്. അതുകൊണ്ട് ഒരു ഗ്ലാസ് അരി എടുത്തു, നന്നായിട്ട് കഴുകി. നമുക്കിവിടെ മിഷൻ ഉണ്ടായതുകൊണ്ട് ചോറ് അത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് തന്നെ ആവും. അങ്ങനെ ഇതാ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, ഒരു ഗ്ലാസ് അരിക്ക്. അങ്ങനെ ഈ മിഷനിൽ വെച്ച് കഴിഞ്ഞാൽ 60 മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറ് റെഡിയായി കിട്ടും. വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇനി അതിൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും കറി ഉണ്ടാക്കണ്ടേ. അപ്പം എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് നോക്കുമ്പോൾ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കൻ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു 3 കഷ്ണം ലെഗ് പീസ് എടുത്തു. ചിക്കൻ കറിയല്ല, എന്തെങ്കിലും ഒരു റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു വലിയ ഉള്ളി എടുത്തിട്ട് മുറിച്ചു, അത് വാട്ടിയെടുത്തു. അങ്ങനെ ആ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വാട്ടിയെടുത്തിട്ട് ഒരു മസാല റെഡിയാക്കി എടുത്തു. ആദ്യം റോസ്റ്റ് ആക്കാനാണ് വിചാരിച്ചത്, പിന്നെ മസാലയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ച് അധികം വെള്ളമായി. അപ്പം വിചാരിച്ചു കുറച്ചും കൂടി കത്തിച്ചിട്ട് ഡ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. കറി പോലെ തന്നെ ആയി, എന്നാലും പ്രശ്നമില്ല വിചാരിച്ചു. ചിക്കൻ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വേണമല്ലോ എന്തായാലും. അങ്ങനെ ചോറ് റെഡിയായി. ചോറ് അതിലേക്ക് ഇട്ടിട്ട് കുറച്ചും കൂടി കത്തിച്ചപ്പോൾ നമുക്ക് റോസ്റ്റ് പോലെ തന്നെ ആയിട്ട് കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ച് നോക്കിയപ്പോൾ. അത് കുറച്ച് എനിക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ തൈരുണ്ടായിരുന്നു, തൈരും കൂട്ടി എല്ലാം ചിക്കൻ കറിയും റെഡിയായി, ചോറ് റെഡി. കറി എന്ന് പറയാൻ പറ്റില്ല, റോസ്റ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.